കുറേ നാളുകളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എൻ കെ പ്രേമചന്ദ്രൻ്റെ ഈ പ്രവർത്തനങ്ങളെ ഒന്ന് സ്തുതിക്കുക എന്നുള്ളത് നടത്തിക്കൊണ്ടുവരികയാണ്. അത് കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനമൊക്കെ കഴിഞ്ഞിട്ട് ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊക്കെ ആയിട്ട് നടത്തിയ ഒരു ചായ സൽക്കാരത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രിയങ്ക ഗാന്ധിയും പങ്കെടുത്തു. രാഹുൽ ഗാന്ധി പിന്നെ ഇതിനകത്തൊന്നും തിരിഞ്ഞു നോക്കത്തില്ലല്ലോ. അദ്ദേഹം അവിടെ ചെന്നിട്ടുമില്ല. ചായ സൽക്കാരത്തിനെന്നല്ല, ഒരു സൽക്കാരത്തിനുമില്ല. പാർലമെൻറ്റിൽ പ്രധാനപ്പെട്ട ബില്ല് അവതരിപ്പിക്കുമ്പോൾ ആ പഹയൻ അവിടെ ഒന്നും ഉണ്ടാകത്തുമില്ല. പ്രതിപക്ഷ നേതാവാണ് പോലും. പറഞ്ഞിട്ട് എന്ത് കാര്യം? ചുമ്മാതാണോ ഈ കോൺഗ്രസ് പാർട്ടി ഗുണം പിടിക്കാതെ പോകുന്നത്? ഇത് ഇങ്ങനെയുള്ളവരെയൊക്കെ അവിടെ നിന്ന് എടുത്ത് പിഴുത് കളയേണ്ട സമയം തന്നെ കളഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അപ്പം എന്തായാലും പ്രേമചന്ദ്രനെ അഭിനന്ദിച്ചു മോദി. അദ്ദേഹം പറഞ്ഞത് പ്രേമചന്ദ്രൻ നന്നായി ഗ്രഹപാഠം ചെയ്തിട്ടാണ് സഭയിലെത്തുന്നത്. അത് അദ്ദേഹം പറയാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ശീതകാല സമ്മേളനം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ചിലർ അഭിപ്രായം പറഞ്ഞു. പ്രേമചന്ദ്രൻ പറഞ്ഞത് വേണ്ടത്ര വർക്ക് ചെയ്തെടുക്കാനുള്ള സമയം കിട്ടിയില്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഇതെടുത്ത് പറഞ്ഞതിൽ പ്രേമചന്ദ്രൻ നന്നായി ഗ്രഹപാഠം ചെയ്തിട്ടാണ് സഭയിലെത്തുന്നത്. പാർലമെന്റിൽ നടപടികളിൽ മികച്ച ഇടപെടൽ നടത്തുന്നുണ്ട്. ഇത് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ തന്നെയാണ്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും പ്രേമചന്ദ്രൻ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ സഭയിൽ ഉണ്ടാകും. അത് മുഴുവൻ കൃത്യമായി കേൾക്കും. ഒരു മികച്ച പാർലമെന്റേറിയൻ എന്നുള്ളത് കൊണ്ടാണ് എൻ കെ പ്രേമചന്ദ്രനോട് ഒരിഷ്ടം അദ്ദേഹത്തിനുള്ളത്. പലർക്കും പലതരത്തിൽ അഭിപ്രായമൊക്കെ ഉണ്ട്. BJP-യിലേക്ക് കൊണ്ടുപോകാനാണ്. ആകട്ടെ, നല്ലതല്ലേ? അല്ലാതെ ഈ കേരളത്തിൽ ഈ കോൺഗ്രസ്സുകാരുമായിട്ട് കൂട്ടുപിടിച്ചുകൊണ്ട് എത്ര കാലം മുമ്പോട്ട് പോകാൻ പറ്റും? LDF-ൻ്റെ കാര്യം കള. അതിന് ഇപ്പം എന്തായാലും 2026 ഭരണത്തിലും വരുത്തില്ല. ആടി ഉലഞ്ഞ് ഇങ്ങനെ കിടക്കും. പ്രേമചന്ദ്രനെ അവിടെ നിന്ന് ഇറക്കി വിട്ടതല്ലേ പിണറായി വിജയൻ? ഇറക്കി വിട്ടതിന് തുല്യം. അങ്ങനെയല്ലേ കൊല്ലത്ത് പോയി 2014 മത്സരിക്കാൻ UDF ഏറ്റെടുത്തു. അവിടെ വെച്ചാണല്ലോ പ്രേമചന്ദ്രനെ പരനാറി എന്നുള്ള പ്രയോഗം നടത്തിയത്. ആ പരനാറി പ്രയോഗത്തിലൂടെ ആർക്ക് ഭൂരിപക്ഷം കൂടി? പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷം കൂടി. 2019 ആ പരനാറി പ്രയോഗം ആവർത്തിച്ചു. അപ്പോൾ ഭൂരിപക്ഷം ഒരിക്കൽ കൂടി വർദ്ധിച്ചു. 2024 വിജയം ഭൂരിപക്ഷം എത്രയാണെന്ന് മാത്രം നോക്കിയാൽ മതിയായിരുന്നു. എതിരെ നിർത്താനായിട്ട് CPM-ൽ നിന്ന് ആരുമില്ലായിരുന്നു. അവസാനം എന്തിനും ഏതിനും ചാവേറാകാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട് അവിടെ. ആര്? നമ്മുടെ മുകേഷ് MLA. കൊല്ലംകാർക്ക് വേണ്ടാത്ത ഒരു MLA ആണ്. അവർക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്ത് CPM-ൻ്റെ അടിത്തറ തകർത്തിട്ടതാണ്. ആ പുങ്കവനെ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു. നന്നായി തൊലിക്കെട്ടി ഉള്ളത് കൊണ്ട് അങ്ങ് കയറി നിന്നു കൊടുത്തു. അദ്ദേഹം വിചാരിച്ച പാർട്ടിക്ക് എന്തോ വലിയ സ്നേഹവും ജനപ്രീതിയുള്ള ആളായിട്ട് താൻ മാറി എന്നൊക്കെയുള്ളൊരു ധാരണയിൽ അങ്ങ് നിന്നു കൊടുത്തു. രാവിലെ 8 മണിയായപ്പോൾ തന്നെ പരാജയം ഉറപ്പായല്ലോ. അപ്പോൾ പ്രേമചന്ദ്രൻ്റെ പ്രകടനം മുഴുവൻ കൊല്ലംകാരി കണ്ടതാണ്. അവിടെ ബൈപ്പാസ് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തുന്നു. അദ്ദേഹത്തെ പറ്റി എന്തെല്ലാമാണ് പറഞ്ഞത്? പ്രേമചന്ദ്രനെ പറ്റി BJP-യിലേക്ക് പോകുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. മുമ്പൊരിക്കൽ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചു, കണ്ടു, ക്യാൻറ്റീനിൽ പോകാമെന്ന് പറഞ്ഞു, പോയി. അവിടെ പോയിരുന്ന് ചായ കുടിച്ചു. എന്തുകൊണ്ട് AA റഹീമിനെ വിളിച്ചില്ല? അതാലോചിക്കണം. ജോൺ ബ്രിട്ടാസിനെ വിളിച്ചില്ല. എൻ കെ പ്രേമചന്ദ്രൻ MPയെ വിളിച്ചു. അപ്പൊ ഇവർക്ക് പലതും പറഞ്ഞുകൊണ്ട് നടക്കാനുണ്ട്. ഈ കേരളത്തിൽ നിന്ന് അപൂർവം ചില പാർലമെന്റേറിയന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മികച്ച പാർലമെന്റേറിയന്മാർ. അത് അക്കൂട്ടത്തിൽ ഒന്ന് തന്നെയാണ് എൻ കെ പ്രേമചന്ദ്രൻ. ഇതിനു മുമ്പ് നമുക്ക് പറയാവുന്നത് ഇപ്പൊ KP ഉണ്ണികൃഷ്ണൻ വടകരയിൽ നിന്ന് ജയിച്ചു പോയിട്ട്
മികച്ച പാർലമെന്റേറിയനായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാർലമെന്റേറിയൻ. അതുപോലെ നമ്മുടെ നീലലോഹിതദാസൻ നാടാര് ഹിന്ദിയിൽ നന്നായി സംസാരിക്കുമല്ലോ. സുരേഷ് കുറുപ്പ് ആ നിരയിലേക്ക് തന്നെയാണ്, ആ നിരയ്ക്ക് മുകളിലേക്ക് തന്നെയാണ് പ്രേമേന്ദ്രൻ മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ രാഹുൽ ഗാന്ധി സഭയിൽ പ്രധാനപ്പെട്ട ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടാസ് ഇപ്പോൾ ഇടപെട്ടിരിക്കുകയാണ് രാഹുലിനെതിരെ. ഇപ്പോഴാണല്ലോ ഒരു ചെറു വിരൽ അനക്കാൻ തോന്നിയത്. ഏത് ബില്ല് അവതരിപ്പിക്കുമ്പോൾ രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായിരുന്നു? ഈ ശശി തരൂർ ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ, രാഷ്ട്രീയമോ അറിയത്തില്ലാത്ത ചരിത്രമോ അറിയാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. ഏത് ബില്ല്, എന്ത് ബില്ല്, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? ഇപ്പൊ പ്രിയങ്ക ഗാന്ധി ഈ ചായ സൽക്കാരത്തിലൊക്കെ പങ്കെടുത്തു. പക്ഷെ പ്രിയങ്ക ഗാന്ധി അതിപ്രധാനമായിട്ടുള്ള ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ സഭയിൽ ഇല്ലായിരുന്നു തെളിവുകളുണ്ട്. ഈ രാഹുൽ ഗാന്ധി അതിനപ്പുറമാണ്. ഈ പണ്ട് AK ഗോപാലൻ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി, AK ഗോപാലൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ ജവഹർലാൽ നെഹ്റു കാത് കൂർപ്പിച്ച് അവിടെ ഇരിക്കുമായിരുന്നു ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി. ഈ പ്രതിപക്ഷ നിര എന്ന് പറയുന്നത് നിസാരപ്പെട്ടതല്ല. പ്രതിപക്ഷ നിരയിൽ നിന്ന് വരുന്ന വാക്കുകളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ അതിപ്രധാനമായിട്ടുള്ളതാണ്. ഒരു ഭരണം ഏറ്റവും അധികം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഉത്തരവാദി പ്രതിപക്ഷമാണ്. രാജ്യത്ത് ഭരണം മികച്ചതാക്കി മാറ്റുന്നതിൽ പ്രതിപക്ഷത്തിനും പങ്കുവഹിക്കാനുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വിവിധ രാജ്യങ്ങളിലേക്ക് പല സംഘങ്ങൾ നീങ്ങുകയുണ്ടായല്ലോ. അതിലൊരു സംഘത്തലവനല്ലായിരുന്നോ ശശി തരൂർ? അദ്ദേഹം അവിടെ ചെന്നപ്പോൾ പറഞ്ഞ എന്താണ്? ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്, ഞാൻ അവിടെ പാർലമെന്റിൽ പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുന്ന ആളാണ്, പക്ഷെ ഇപ്പോൾ ഞാൻ രാജ്യത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കാര്യത്തിലേക്ക് പോയത്. രാഹുൽ ഗാന്ധി എവിടെയും തലതിരിഞ്ഞാണ് നിൽക്കുന്നത്. ഇവിടെ തോറ്റു തുന്നമ്പാടി നടക്കുമ്പോൾ വിദേശത്ത് പോയി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ചില ചിത്രശക്തികളുമായി കൂട്ടുചേർന്ന് ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ പ്രസംഗിക്കുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജോലി. സഭയിലെ പ്രധാനപ്പെട്ട ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ NK പ്രേമചന്ദ്രന്റെ കാര്യത്തിൽ ഇത് ഇപ്പോൾ ഇവിടുത്തെ CPMകാർക്ക് ഹാലിളകും. NK പ്രേമചന്ദ്രൻ BJPയിലേക്ക് പോകുന്നു, നരേന്ദ്രമോദി എടുത്തു, ഉടൻ തന്നെ കൊല്ലം പാർലമെന്റ് അംഗത്വം രാജിവെക്കും എന്നൊക്കെ. ഇപ്പൊ ശശി തരൂരിനെ കുറെ നാളുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ശശി തരൂര് പ്രധാനമന്ത്രിയെ വാഴ്ത്തുന്നു, ഉള്ളതുള്ളതുപോലെ പറയുന്നു. അതുപോലെ തന്നെ ഉള്ളതുള്ളതുപോലെ തന്നെ പറയുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയും ഈ NK പ്രേമചന്ദ്രനെ വാഴ്ത്തുന്നത്. അദ്ദേഹം വെറും വാഴ്ത്തലല്ലോ, ഇത് കൃത്യമായ കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. അത്രത്തോളം കാമ്പുള്ള കാര്യങ്ങളാണ് പ്രേമചന്ദ്രനിൽ നിന്ന് കിട്ടിയിട്ടുള്ളതെന്നാണ്. അപ്പോൾ എന്തായാലും നരേന്ദ്രമോദി ഇത് പല വട്ടമായിട്ട് ഈ അഭിനന്ദിക്കുന്നു. ആ അഭിനന്ദനം എവിടെ എത്തി നിൽക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.